ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് തന്നെ നമ്മൾ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ നിന്നാട്ടോ. അപ്പോൾ അത് അമ്മ നേരത്തെ വന്ന് തന്നെ കാത്തിക്കായിരുന്നു. ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എത്താൻ കുറച്ച് ലേറ്റായി. അങ്ങനെ നേരെ നമ്മളിതാ ചാവടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ചോറുന്നേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലൈറ്റായിട്ട് ഒരു ചായ കുടിച്ച് ഇറങ്ങാൻ വിചാരിച്ചു. പിന്നെ ഞാൻ എന്താ വാങ്ങിയത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എപ്പോഴൊക്കെ കോഴിക്കോടിൻ്റെ വീട് ഇട്ട് കഴിഞ്ഞാലും അതിലൊരു കല്ലുമ്മക്കായ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം അതിൻ്റെ വേല പിടിച്ച് കയറുന്നില്ല. അങ്ങനെ തന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് നേരെ പോണത് സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ടീഷർട്ടൊക്കെ വാങ്ങണം എന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അമ്മയും സ്റ്റുഡിയോയിലൊന്നും കയറിയിട്ടില്ല. ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ ഇറങ്ങിയതല്ലേ, കുറച്ചൊന്ന് ചുറ്റി കറങ്ങിയിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ സ്റ്റുഡിയോയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ കളക്ഷനൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ. കുറവായതെല്ലാം ഒക്കെ കഴിഞ്ഞതായിരിക്കും ചിലപ്പോൾ. അങ്ങനെ നമ്മളിതാ നേരെ മേക്കപ്പിൻ്റെ സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് പോയത്, ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷനിലേക്ക്. അതിനുശേഷം ഞാൻ ഇതാ നേരെ നെയിൽ പോളിഷിൻ്റെ സെക്ഷനിലേക്ക് അമ്മ പോയത് കണ്ടിട്ട് അങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ അമ്മക്ക് കുറച്ച് നെയിൽ പോളിഷ് വേണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കുറേ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഈ ഒരെണ്ണം ഇഷ്ടപ്പെട്ടു. കയ്യിലിട്ട് നോക്കിയപ്പോൾ വലിയ മെനയില്ല, ഡ്രസ്സല്ല നമുക്ക് ചേരുന്നില്ല, നമ്മളെ സ്കിൻ ടോണിന് മാച്ച് ആവണില്ല. അവസാനം അത് ഇട്ടൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ അത് എടുത്തില്ല കേട്ടോ. പിന്നെ അത് മായ്ക്കാൻ വേണ്ടിയിട്ട് ഒരു റിമൂവർ അങ്ങോട്ട് എടുത്തു. എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ, അത് വിചാരിച്ചിട്ട് ഇതേണ്ട നമ്മൾ റിമൂവർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ നെയിൽ പോളിഷിൻ്റെ സെക്ഷനും ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷനൊക്കെ മാറി മാറി പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. കമ്മൽ നല്ല കമ്മലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ എടുത്തില്ല, കമ്മൽ വാങ്ങിയില്ല. ഞാൻ ഇപ്പോൾ ഇങ്ങനത്തെ യൂസ് ചെയ്യാറില്ല. പിന്നെ അമ്മ തീരെ ഇടാറില്ല. അതുകൊണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് നോക്കി വിട്ടു. പിന്നെ സ്പ്രേ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളെല്ലാവരും മൈഗ്രെയിൻ പേഷ്യൻസ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ സ്മെല്ലും അങ്ങോട്ട് പറ്റൂല. അപ്പം അമ്മ മണത്തൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ എടുത്തില്ല കേട്ടോ. എനിക്ക് തീരെ പറ്റത്തില്ല, എനിക്ക് ചില സ്മെല്ല് മാത്രമേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തലവേദന ഇളകും. പിന്നെ ടോപ്പ് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. നമുക്ക് ടോപ്പ് എടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഒന്നും ആ സൈസിന് പറ്റിയതില്ല. പിന്നെ ക്രോപ്പ് ടോപ്പൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ അതൊന്നും വാങ്ങിയില്ല. പിന്നെ ടീഷർട്ടൊക്കെ കുറേ നോക്കി. പിന്നെ ഒന്നും വാങ്ങാനില്ലെങ്കിലും വെറുതെ ഇങ്ങനെ സ്റ്റുഡിയോയിലുള്ളിലും എവിടെ പോയാലും ഒന്ന് ചുറ്റിക്കറങ്ങി നടക്കുന്നത് ശീലമാണല്ലോ. ലാസ്റ്റ് ഇതേണ്ട ഈ ഐറ്റംസൊക്കെ വാങ്ങി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ നമ്മൾ നേരെ പോകുന്നത് SM സ്ട്രീറ്റിലേക്കാണ്. കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടിയിട്ടുണ്ട്. ഡ്രസ്സും കാര്യങ്ങളൊന്നുമല്ല, നമുക്ക് കുറച്ച് നിലവിളക്കും കിണ്ടി അങ്ങനത്തെ കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നടന്നു പോകണം. നമ്മൾ SMൻ്റെ അങ്ങ് അപ്പുറത്തെ അറ്റത്ത് എത്തണമല്ലോ, അതായത് റെയിൽവേ സ്റ്റേഷൻ റോഡ് അവിടെ എത്തണം. പോണ വഴിക്ക് കാണാൻ ഇഷ്ടംപോലെ കാഴ്ചയുണ്ട്, പക്ഷെ നമ്മൾ അങ്ങോട്ടേക്കൊന്നും നോക്കിയത്, നമ്മൾ എന്താണോ വാങ്ങാൻ വന്നത് അത് ഫസ്റ്റ് വാങ്ങിയിട്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മളിതാ നേരെ കടയിലെത്തിയിട്ടുണ്ട്. നല്ല ആൾക്കാരായിരുന്നു കേട്ടോ കടയിലത്തത്. വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എടുത്തുകൊണ്ടു എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് പോയി കാണണേ. ഇതിൻ്റെ മുകളിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി കാണാം. അങ്ങനെ ഇതാ അവിടുന്ന് നമ്മൾ സാധനമൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. നല്ല വിശപ്പുണ്ട്. പിന്നെ ഇത്രയും ദൂരം നടന്നതല്ലേ, അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ SM സ്ട്രീറ്റിൽ തന്നെയുള്ള ടോപ്പ് ഫോം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കയറിയത്. അങ്ങനെ കയറി നമ്മൾ രണ്ടാളും തേണ്ടേ ചിക്കൻ ബിരിയാണി പറഞ്ഞത്. നമ്മൾ മുകളിൽ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ മുകളിലേക്ക് സ്റ്റെപ്പ് കയറാനുള്ള ശേഷിയൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം അത്രയ്ക്ക് ടയർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 2 പായസം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പായസം ആ ചേട്ടൻ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മളിതാ നേരെ പോവുകയാണ്. ഇനി ഒരു സാധനം കൂടെ വാങ്ങാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ SMൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് നേരെ ഇതാ സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫാഷൻ ബസാറിലേക്കാണ് കയറുന്നത്. പ്രത്യേകിച്ചൊന്നും വാങ്ങാൻ വേണ്ടിയിട്ടില്ല, ഒരു ബ്ലൗസ് പീസ് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. അമ്മമ്മക്കും വേണം, അതുപോലെ അമ്മക്കും വാങ്ങണമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ പോയിട്ട് ഇതേൻ്റെ അമ്മമ്മക്കുള്ള ബ്ലൗസ് പീസൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി കുറച്ച് കുർത്തയൊക്കെ നോക്കുന്നുണ്ട്. നല്ല വിലക്കുറവുണ്ട് കേട്ടോ, നല്ല കളക്ഷനും ഉണ്ട്. അതുപോലെ 500 രൂപേൻ്റെ കുർത്താസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ എടുത്തില്ല, ഇപ്പോൾ എന്തായാലും ആവശ്യമില്ല. അപ്പോൾ പിന്നെ അമ്മമ്മേൻ്റെ സാധനമൊക്കെ വാങ്ങി നേരെ ഇതേണ്ട ഇനി അമ്മേൻ്റെ സെക്ഷനിലേക്ക് പോവുകയാണ്. അമ്മ റെഡി മെറ്റീരിയലിന് മുറിച്ചെടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല റേറ്റ് കമ്മിയാണ് കേട്ടോ ഇവിടെ റെഡി മെറ്റീരിയലിനൊക്കെ. ലാസ്റ്റ് കുറേ തിരഞ്ഞ് നമ്മളൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മെറൂൺ കളർ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ പോയത്, പക്ഷേ ലാസ്റ്റ് കണ്ടില്ലേ മെറൂണിൽ തന്നെ അവസാനിച്ചു. ഞാൻ ഈ ഒരു സെയിം ഷെയ്ഡുള്ള ബ്ലൗസ് പീസ് തന്നെയാണ് കേട്ടോ വാങ്ങിയത്. ഇപ്പം ഞാൻ അമ്മ ഏകദേശം സെയിമായി. അതിന് ശേഷമാണ് ട്വിസ്റ്റ്, നല്ല വിലക്കമ്മിയിൽ സാരി ഉണ്ടായിരുന്നു കേട്ടോ. സാരി നമ്മുടെ എന്താ പറയുക പ്ലാനിങ്ങിലേ ഇല്ലായിരുന്നു. ലാസ്റ്റ് സാരിയൊക്കെ എടുക്കേണ്ടി വന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി ഇനി നമ്മൾ തിരിച്ച് പോവുകയാണ് ഗൈസ്. ഇനി വേറെ ഒരു പരിപാടിയില്ല, നേരെ സ്റ്റാൻഡിലേക്ക് പോവുക, ബസ് കയറുക, പോവുക. ഇനിയും നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങും. ഇപ്പം തന്നെ കീശ കാലിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇതാ കുറേ സാധനവും വാങ്ങി, കുറേ തെണ്ടിത്തിരിഞ്ഞ് അങ്ങനെ ഈ ദിവസം പോയിട്ട് അപ്പോൾ തന്നെ 4:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ. ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.